യുഎഇയിൽ റെസിഡൻസ് വിസ, ID എന്നിവയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്കൊക്കെ തന്നെ കനത്ത പിഴയാണ് ഈടാക്കുന്നത്. ഇക്കാര്യങ്ങൾ പൊതുജനങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അതോറിറ്റി. നിയമലംഘനങ്ങൾക്ക് പരമാവധി 20,000 ദിർഹം വരെയാണ് പിഴ ഈടാക്കുന്നത്. എമിറേറ്റ്സ് ID രജിസ്ട്രേഷന് കാലതാമസം വരുത്തുക, കാലാവധി കഴിഞ്ഞിട്ടും 30 ദിവസത്തിനകം ID പുതുക്കാതിരിക്കുക എന്നീ നിയമലംഘനങ്ങൾക്ക് ദിവസേന 20 ദിർഹം മുതൽ പരമാവധി 1000 ദിർഹം വരെ പിഴ ചുമത്തും. കമ്പനി ജീവനക്കാരല്ലാത്തവരുടെ പാസ്പോർട്ട് നടപടികൾ PRO നിർവഹിക്കുക. കമ്പനി ദിർഹം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരുടെ ഇടപാട് നടത്തുക. ഓൺലൈൻ സംവിധാനം ദുരുപയോഗം ചെയ്യുക. ഇടപാടുകളുടെ രേഖകൾ മറച്ചുവെക്കുക. PRO കാർഡ് കൈവശം വെക്കാതിരിക്കുക എന്നീ കുറ്റങ്ങൾക്ക് 500 ദിർഹം വീതമാണ് പിഴ ഈടാക്കുന്നത്. IPC സിസ്റ്റം ദുരുപയോഗം ചെയ്യുക, ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തുക, ജീവനക്കാരുമായി സഹകരിക്കാതിരിക്കുക, ഇടപാടുകൾക്ക് ആവശ്യമായ ഫീസ് അടയ്ക്കാതിരിക്കുക എന്നീ കുറ്റങ്ങൾക്ക് 5000 ദിർഹം വീതം പിഴ ഈടാക്കും. നൽകിയ അപേക്ഷകളിൽ തെറ്റുണ്ടെങ്കിൽ 100 ദിർഹം പിഴ ഈടാക്കുന്നതാണ്. എന്നാൽ മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകിയാൽ 3000 ദിർഹമാണ് പിഴയായി ഈടാക്കുന്നത്. പ്രവർത്തിക്കാത്ത സ്ഥാപനങ്ങളിലേക്ക് എൻട്രി പെർമിറ്റോ വിസയോ എടുത്താൽ പിഴയായി ഈടാക്കുന്നത് 20,000 ദിർഹമാണ്. തന്റേതല്ലാത്ത കാരണത്താൽ ID കാർഡിന് അപേക്ഷിക്കാനോ പുതുക്കാനോ സാധിക്കാത്തവർക്കും പിഴയിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി അപേക്ഷിക്കാനാവും. കൂടാതെ കിടപ്പ് രോഗികൾ, 3 മാസത്തിൽ കൂടുതൽ വിദേശത്ത് തങ്ങിയവർ, വിവിധ കേസുകളിൽ നിയമ നടപടി നേരിടുന്നവർ എന്നിവർക്കും അപേക്ഷിക്കാവുന്നതാണ്.